മാജിക് നോവലിലേക്ക് സ്വാഗതം. കമാൻഡർ പാർട്ട് 3. നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹമാടാ ചെയ്തത്? രാധ കള്ളക്കടത്തുകാരൻ്റെ മകളാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അറിഞ്ഞുകൊണ്ട് നീ പിന്നെ എന്തുകൊണ്ട് അവളെ വിവാഹം ചെയ്തു? ഞങ്ങളുടെ വീട്ടിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്താനുള്ളൊരു മാർഗമായിട്ടാണോ നീ ഈ വിവാഹത്തെ കണ്ടത്? ഈ പറയുന്നതൊന്നും തന്നോടല്ലെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അരുൺ. പോലീസുകാർ അവിടുത്തെ സകലവിധ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് തിരയുകയായിരുന്നു. അതിനിടെ അവിടെ ഉണ്ടായിരുന്ന റെഡ്ഡിയുടെ അംഗരക്ഷകർ മുഴുവൻ അറസ്റ്റിലായി. സെർച്ച് 2 മണിക്കൂറുകളോളം നീണ്ടു. അവസാനം പോലീസുകാർ തിരികെ എത്തി. ഒരുപാട് ഫയലുകളും സ്വർണവും കറൻസിയും ഒക്കെ അവരുടെ പക്കലുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന സകല വേലക്കാരെയും പോലീസ് നീക്കം ചെയ്തു. ലളിതാംബിക മാത്രം ബാക്കിയായി. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അരുൺ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് മാത്രമായി സംസാരിച്ച് ചിലത് അറിയാനുണ്ട്. ലളിതാംബിക മിണ്ടിയില്ല. മരുമകൻ എന്ന നിലയിലായിരിക്കില്ല ഞാൻ ചോദിക്കുന്നത്, SP അരുണായിട്ടാണ്. അങ്ങനെ ചോദിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ലളിതാംബിക പതറിയില്ല. അരുൺ ചിരിച്ചു. നിങ്ങളുടെ ഭർത്താവിന് ഒരുപാട് തരത്തിലുള്ള രത്നങ്ങളുടെ വലിയൊരു ശേഖരമുണ്ടെന്നറിയാം. അതെവിടെയാണ്? എനിക്കറിയില്ല. നോക്ക്, മരിച്ചുപോയ ഭർത്താവിനെ രക്ഷിക്കേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് രക്ഷിക്കാനുള്ളത് രാധയെ മാത്രമാണ്. അവൾ ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് അതിൻ്റെ ഉത്തരം തന്നേ മതിയാകൂ. ലളിതാംബികയിൽ ഒരു ഞെട്ടൽ പടർന്നു. നീ അതിനും മടിക്കില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്കറിയില്ല. നോക്ക്, രാധയുടെ അമ്മയെന്നുള്ള പരിഗണന നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. വിളറിയൊരു ചിരി അവരുടെ മുഖത്തുണ്ടായി. ഒന്നും അറിയില്ലെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ അവസാന വാക്കാണോ? അതെ. പറഞ്ഞു തീരും മുമ്പ് അരുണിൻ്റെ കനത്ത കൈത്തലം ലളിതാംബികയുടെ മുഖത്ത് ആഞ്ഞു വീണു. അവർ വേച്ച് തറയിലേക്ക് മറിഞ്ഞു. അരുൺ ഷൂസ് അണിഞ്ഞ കാലുകൊണ്ട് അവരെ ചവിട്ടി. മോനെ! ലളിതാംബികയുടെ ശബ്ദം ഇടറിയിരുന്നു. നിനക്ക് ഒരമ്മയില്ലേടാ? ഒരർത്ഥത്തിൽ ഞാനും നിനക്ക് അമ്മയല്ലേടാ? അമ്മമാരെ തല്ലുന്ന മക്കൾ ഗുണം പിടിക്കില്ലടാ. നീ ഇതിൻ്റെത് അനുഭവിക്കും. എന്തു പറഞ്ഞടി പട്ടി? അരുൺ വീണ്ടും ലളിതാംബികയെ ചവിട്ടി. അവർ വേദനയോടെ പിടഞ്ഞു. എനിക്കൊരു മകനുള്ളത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നേരെ കൈ ഓങ്ങാൻ നീ ധൈര്യപ്പെടുമായിരുന്നോ? അരുൺ പുച്ഛഭാവത്തിൽ ചിരിച്ചു. അവൻ വരികയാണെങ്കിൽ ഇരുമ്പഴിക്ക് പിന്നിൽ ഒരു സ്ഥാനം ഞാൻ ഇപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്. തറ ചവിട്ടിക്കുലുക്കി അയാൾ പുറത്തേക്ക് നടന്നു. വാതിക്കലെത്തിയപ്പോൾ തിരിഞ്ഞു നിന്ന് അറിയിച്ചു, ഇന്നിനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ വരും, ആ ഡയമണ്ട്സിനെ കുറിച്ചറിയാൻ. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ. അയാളുടെ കാലടി ശബ്ദമാകുന്നു. പുറത്ത് വാഹനങ്ങൾ സ്റ്റാർട്ടായി. സമയം ഇഴയുകയാണ്. പുറത്ത് ചൂടിന് കട്ടിയേറിയെങ്കിലും AC റൂമിൽ തന്നെ ഇരിക്കുന്നതിനാൽ രാധ ഒന്നും അറിഞ്ഞില്ല. അവൾക്ക് മുന്നിൽ ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു SP-യുടെ ഭാര്യയായിരുന്നിട്ടും തനിക്ക് വന്നു ചേർന്ന ഗതികേട്. രാധ തന്നെ സ്വയം പഴിച്ചു. ഹൈദർ അപ്പോഴേ മുറി വിട്ടു പോയിരിക്കുന്നു. അരുൺ ഇനിയും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഹൈദർക്ക് ദാനം നൽകിയ തന്നെ അയാൾക്ക് എന്തിന്? അതുമാത്രമല്ല, ഒരിക്കലും അയാൾക്കൊരു ഭാര്യയുടെ ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. കരഞ്ഞു കരഞ്ഞ് രാധയുടെ കണ്ണീർ വറ്റിയിരുന്നു. ഇനി തനിക്ക് കരയാൻ കണ്ണീർ ബാക്കി വെക്കേണ്ടല്ലോ. ആർക്കു വേണ്ടി കരയണം? ഹൈദറുടെ ഈ മുറി തൻ്റെ മരണമുറിയാക്കിയാലോ എന്ന് പലവട്ടം ചിന്തിച്ചതാണവൾ. പിന്നെ വേണ്ടാന്ന് വെച്ചു. മരിക്കുന്നെങ്കിൽ അരുണിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആവണം. വാതിൽ തുറക്കുന്ന ശബ്ദം. അവൾ ഞെട്ടി തലയുയർത്തി. പുറത്ത് അരുണിൻ്റെ മുഖം തെളിഞ്ഞു. വാടി, അയാൾ വിളിച്ചു. ഒന്നും പറയാതെ രാധ എണീറ്റ് അയാളുടെ പിന്നാലെ ചെന്നു. കാറിൽ കയറും മുമ്പ് അവൾ തിരക്കി, എവിടേക്കാണ് യാത്ര? അരുൺ അവളെ തുറിച്ചു നോക്കി. കഴിഞ്ഞ രാത്രിയുടെ പണം ഹൈദർ തന്നിട്ടില്ല. അരുൺ മിണ്ടിയില്ല. കാറിൽ ഡ്രൈവർ ഇല്ലാഞ്ഞത് ഭാഗ്യം. അരുൺ സ്വയം ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു. അവൾ അകത്ത് കയറി വാതിലടച്ചു. കാർ നീങ്ങി. യാത്രക്കിടയിൽ രാധ സംസാരിച്ചു. നിങ്ങളുടെ അമ്മയെ നിങ്ങളിങ്ങനെ എത്ര പേർക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്? അരുൺ ഞെട്ടിത്തിരിഞ്ഞു. നാവടക്കടി. അയാളുടെ കാൽ ബ്രേക്കിൽ ആഞ്ഞമർന്നു. കാർ വല്ലാത്തൊരു ശബ്ദത്തോടെ നിന്നു. വെറുതെ ഒച്ച വെക്കണ്ട, യാതൊരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞു. ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത് ഞാനാണ്. ഒരു പിമ്പിന് എന്നോട് കൽപ്പിക്കാൻ മാത്രം ധൈര്യമോ? ആ വാക്കുകൾ അരുണിനെ ചുട്ടുപൊള്ളിച്ചു. മറുപടി പറയാൻ അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. രാധ തുടർന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയുടെ പിമ്പായിരുന്നിരിക്കണം. ആർക്കോ ജനിച്ച ഒരു വിഷവിത്തുമാണ് നിങ്ങൾ. ബാസ്റ്റേഡ്. പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ആ പദത്തെ നമസ്കരിക്കുന്നുണ്ട്. കൈ വീശി അവളുടെ കവളത്തൊന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ ചലിക്കാൻ കഴിഞ്ഞില്ല. പത്രക്കാർക്ക് കൊടുത്താൽ ഇത് ചൂടുള്ളൊരു വാർത്തയായിരിക്കും. ഭാര്യയെ
അന്യന്റെ കിടപ്പറയിലെത്തിക്കുന്ന SP, കരഞ്ഞ് കാമം തീർക്കുന്ന കഴുത. പല്ലെറിമിക്കൊണ്ട് അയാൾ കാർ മുന്നോട്ടെടുത്തു. വീട്ടിൽ ചെല്ലട്ടെ, കാത്തിരിക്കുന്നേ. പത്രത്തിലൂടെയാണ് അധോലോക ചക്രവർത്തിയുടെ മരണവാർത്ത കേരളം മുഴുവൻ അറിഞ്ഞത്. മുൻ പേജിൽ തന്നെ സുന്ദര റെഡ്ഡിയുടെ ഫോട്ടോയും വാർത്തയും ഉണ്ടായിരുന്നു. പൂർവ്വ വൈരാഗ്യം തീർക്കാൻ ഡൽഹിയിൽ നിന്നെത്തിയ ഏതോ അധോലോകക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് റെഡ്ഡി മരിച്ചതെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. രാവിലെ ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കൂടി പത്രക്കാരെ അഭിസംബോധന ചെയ്തു. ഡൽഹി അധോലോകക്കാരുടെ പേര് പറഞ്ഞ് വാർത്ത വളച്ചൊടിക്കുകയാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ടല്ലോ. ഒരു റിപ്പോർട്ടർ ആഭ്യന്തരമന്ത്രിയെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമെന്ത്? ഹോം മിനിസ്റ്റർ റിപ്പോർട്ടറുടെ നേരെ ചൂടായി. ഇന്നലത്തെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതല്ലേ, ഇവിടുത്തെ ഒരു ക്ഷുദ്രശക്തിയെയും വാടാൻ അനുവദിക്കില്ലെന്ന്. ഒരുപക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരുന്നെങ്കിൽ സുന്ദര റെഡ്ഡി ഇപ്പോൾ തീർച്ചയായും അറസ്റ്റിലായേനെ. പക്ഷേ അദ്ദേഹം ഈ ഇലക്ഷന് നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ പത്രക്കാർ ഉണ്ടാക്കുന്ന കെട്ടുകഥകൾ. ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചു. ഒരു കള്ളക്കടത്തുകാരന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയുമോ? റിപ്പോർട്ടർ ചിരിച്ചു. ഇന്നലെ 3 മണിക്ക് മന്ത്രിമാരുടെ ലിസ്റ്റുമായി സുന്ദര റെഡ്ഡി സെക്രട്ടേറിയറ്റിൽ എത്താമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അങ്ങനെ വന്നാൽ നിങ്ങളിൽ പലരുടെയും സ്ഥാനം നഷ്ടമാകും എന്ന് ഭീതി തോന്നിയപ്പോൾ ഹൈദറുമായി കൂട്ടുചേർന്നാണ് ഈ കൊലപാതകം സൃഷ്ടിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ പത്രക്കാരായതുകൊണ്ട് എന്ത് പോക്കൃതരം പറയാമെന്നാണോ? പിന്നെന്തിനാ നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ ഡൽഹിക്കാരുടെ കഥ എഴുതി വച്ചിരിക്കുന്നത്? അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ അതിൽ വെള്ളം ചേർത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പത്രക്കാരെ പോലീസും ഭരണക്കാരും പീഡിപ്പിക്കുന്നുവെന്ന് എന്നും പരാതിയുള്ളതാണ്. പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയ ഉടനെ അങ്ങനെ ഒരു പരാതി ഉണ്ടാക്കണോ? ഭീഷണിയാണോ സാർ? എങ്ങനെ വേണമെങ്കിലും കരുതാം. രംഗനാഥ് കൗതുകത്തോടെ ഈ സംഭാഷണം അത്രയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. സുകുമാരൻ നായരാണ് ഒക്കെ പറഞ്ഞത്. SP അരുണിന് പ്രമോഷൻ കൊടുക്കാൻ തീരുമാനിച്ചുവോ? തീർച്ചയായും. സുന്ദര റെഡ്ഡി അയാളുടെ ഭാര്യാപിതാവാണെന്നിരിക്കലും നിഷ്പക്ഷമായ അയാളുടെ നീതി നിർവഹണമാണ് അയാളെ ഇപ്പോൾ പ്രമോഷൻ അർഹനാക്കിയിരിക്കുന്നത്. പത്രങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും നീണ്ടുപോയി. മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ അനാഥമായി ആ അധോലോക ചക്രവർത്തിയുടെ ശവശരീരം കിടന്നു. അവകാശികളെന്ന് പറഞ്ഞ് ശവശരീരം ഏറ്റെടുക്കാൻ ആരും എത്തിയില്ല. ലളിതാംബിയയ്ക്ക് അതിൻ്റെ നടപടികളെക്കുറിച്ച് ഒന്നും അറിയുക പോലുമില്ല. ആ സാധു സ്ത്രീയെ റെഡ്ഡി വിവാഹം ചെയ്തു കൊണ്ടുവന്നതിന് ശേഷം വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ആ കനത്ത മതിൽക്കെട്ടിൽ പുറത്തേക്ക് പോയിരുന്നുള്ളൂ. അതും എയർ കണ്ടീഷൻ കാറിൽ. ഗ്ലാസിനുള്ളിലൂടെ കൗതുകത്തോടെ അവൾ പുറംലോകം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാര്യത്തിലും അവർക്കൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എല്ലാത്തിനും ജോലിക്കാർ, സ്വർഗതുല്യമായ ജീവിതം. പക്ഷേ അതുമാത്രം മതിയോ? ചെയ്യാൻ എന്തെങ്കിലും ഒരു ജോലി, സംസാരിച്ചിരിക്കാൻ കുറേ കൂട്ടുകാരികൾ, ഒന്നും അവർക്കില്ലായിരുന്നു. ആജ്ഞകൾ അനുസരിക്കുക മാത്രം ചെയ്യുന്ന വേലക്കാരികൾക്ക് സംസാരിക്കാൻ തന്നെ ഭയമാണ്. അതുകൊണ്ട് തന്നെ ആ പടുകൂറ്റൻ ബംഗ്ലാവിൽ ലളിതാംബിക ഒറ്റപ്പെട്ടു പോയിരുന്നു. സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ട തത്തയായിരുന്നു അവർ. മക്കളുണ്ടായപ്പോൾ അവരോടൊത്ത് ചെലവിട്ട കുറേ നാളുകൾ മാത്രമാണ് ഇന്നും അവർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളെ ബോർഡിങ്ങിലാക്കിയപ്പോൾ വീണ്ടും അവർ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ കനത്ത മതിൽക്കെട്ടിന് പുറത്തെ ലോകത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അവർ മെനക്കെട്ടിട്ടില്ല. രാധയ്ക്കാണെങ്കിൽ ഡാഡിയുടെ ശവശരീരം ഏറ്റുവാങ്ങണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. ചക്രവർത്തിയെപ്പോലെ കഴിഞ്ഞ ആളല്ലേ, ഒരു തെരുവു പട്ടിയുടെ അനുഭവം ഉണ്ടായിക്കൂടാലോ. പക്ഷേ അവളെ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തു നിന്നും ബന്ധിക്കുകയാണ് അരുൺ ചെയ്തത്. അങ്ങനെ രംഗനാഥിൻ്റെയും സുകുമാരൻ നായരുടെയും ഹൈദറുടെയും ഒക്കെ ആഗ്രഹം അതേപോലെ നടക്കുകയായിരുന്നു. അവകാശികളില്ലാതെ ആ ശവം മോർച്ചറിയിൽ. പോലീസിൻ്റെയും ഹൈദറുടെയും ആൾക്കാരുടെ കണ്ണുകളിൽ പെടാതെ പുറത്തു നിന്നിരുന്ന റെഡ്ഡിയുടെ ആൾക്കാർക്കുമുണ്ടായിരുന്നു അയാളുടെ ശവശരീരം ഏറ്റുവാങ്ങണമെന്ന്. പക്ഷേ പുറത്ത് കണ്ടാൽ തങ്ങളും പിടഞ്ഞു തീരുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. പോരെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മോർച്ചറിക്ക് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏവരും ഉറ്റുനോക്കുന്നത് ഇനി അർജുൻ എത്തുമോ എന്നാണ്. ബോംബെ തോക്കിൻ കുഴലിൽ നടുക്കി നിർത്തിയിരിക്കുന്ന അർജുൻ കേരളത്തിലെത്തുമോ? ഒരിക്കൽ പിതാവുമായി പിണങ്ങി പിരിഞ്ഞതാണെങ്കിലും ആ ശരീരം ഇങ്ങനെ അനാഥമാക്കി കിടക്കുന്നത് അർജുന് സഹിക്കുമോ? തെരുവിലിട്ട് തൻ്റെ പിതാവിനെ ഒരു പട്ടിയെപ്പോലെ വെടിവെച്ച് മാരുതി ജിപ്സിക്ക് പിന്നിൽ കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചടിച്ചവർക്ക് അയാൾ മാപ്പ് കൊടുക്കുമോ? അവർക്കെതിരെ അയാൾ ആഞ്ഞടിക്കില്ലേ? ആർക്കും ഉത്തരം നൽകാതെ സമയം ഇഴയുകയാണ്. തൈമൂർ ബന്ധപ്പെട്ട് കണ്ണുകൾ തുറന്നു. പക്ഷേ കഴിയുന്നില്ല.
കൺപോളകൾക്ക് മുകളിൽ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. കൈകൾ അനക്കാൻ നോക്കി, അതും സാധിച്ചില്ല. പിന്നിലേക്ക് തിരിഞ്ഞ് ഒരു കസേരയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. ഒരു വിധേന അയാൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ശിരസ് അനക്കാൻ പോലും പറ്റാത്ത വേദന. തലയോട് അപ്പാടെ പൊട്ടിപ്പിളർന്നിരിക്കുകയാണല്ലോ. ഹൈദറുടെ ആ കൂറ്റൻ ഗോഡൌണുകളിൽ തന്നെയാണ് താനെന്ന് അയാൾ അറിഞ്ഞു. ആ കണ്ണുകൾ ചകിത ഭാവത്തിൽ അവിടെ വട്ടം കറങ്ങി. എവിടെ? തൻ്റെ കുഞ്ഞു പെങ്ങൾ എവിടെ? സുഹറയെ കെട്ടിയിരുന്ന തൂണ് ശൂന്യമായിരിക്കുന്നു. അയാളുടെ ഹൃദയ താളം മുറുകി. അവൾ മാത്രമല്ല, ഹൈദറുടെ അനുയായികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. താൻ ഇവിടെ എത്തിയിട്ട് എത്ര നേരമായി? അർജുൻ കേരളത്തിൽ എത്തിയിട്ടുണ്ടാകുമോ? തൈമൂറിന്റെ ചിന്ത അതും മാത്രമായിരുന്നു. അർജുൻ എത്തിയിരുന്നെങ്കിൽ. ഗോഡൌണിന്റെ ഷട്ടർ തുറക്കുന്ന ശബ്ദം ഘോരമായി അവിടെ മുഴങ്ങി. അയാൾ ബന്ധപ്പെട്ട് തലതിരിച്ചു. ചടുതിയിൽ അടുത്തു വരുന്ന പാദപതന ശബ്ദങ്ങൾ. ആഹാ, ഉണർന്നോ? ആ ശബ്ദം ഹൈദറുടെ ശബ്ദം. അയാളും 4-5 അനുചരന്മാരും മുന്നിലെത്തി നിന്നു. ഹൈദറും തൈമൂറും തമ്മിലുള്ള ആദ്യത്തെ മുഖാമുഖം. ഹൈദർ ചിരിച്ചു. സുഖമല്ലേന്ന് ഞാൻ ചോദിച്ചാൽ പരിഹസിക്കുകയാണെന്ന് നിനക്ക് തോന്നിയാലോ? തൈമൂർ മിണ്ടിയില്ല. സുന്ദര റെഡ്ഡിയുടെ കമാൻഡറെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. അവർ നിനക്കൊരു ധീരോദാത്ത നായകന്റെ പരിവേഷമാണല്ലോ നൽകിയിരിക്കുന്നത്. എന്റെ പെങ്ങളെവിടെ? അതറിയുവാനാണ് തൈമൂറിന് ധൃതി. അവൾ ഇപ്പോൾ എന്റെയും പെങ്ങളാണെന്ന് നിനക്ക് കരുതാം. അതുമാത്രമല്ല, നിന്നെപ്പോലൊരുവനെ എനിക്ക് ആവശ്യമുണ്ട്. ചത്തുപോയ സുന്ദര റെഡ്ഡിയെ ഇനി നീ എന്തിനാ നമ്പി നിൽക്കുന്നത്? ഹൈദറുടെ കമാൻഡറായി നിനക്ക് തുടരാം. ഹു! തൈമൂർ കാറി തുപ്പി. സുന്ദര റെഡ്ഡി എന്ന പേര് പോലും പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ നായേ? ഹൈദറുടെ പ്രധാന അനുയായിയായ നീണ്ട മുടിക്കാരൻ മുന്നോട്ട് കുതിച്ചു. നോ! ഹൈദർ അയാളെ തടഞ്ഞു. വേണ്ട, അവന്റെ വിഷമം കൊണ്ട് പറയുന്നതല്ലേ, പറയട്ടെ. നീണ്ട മുടിക്കാരൻ അണപ്പല്ല് ഞെരിച്ചു. തൈമൂർ, ഒരു മറുപടി പറയുന്നതിന് മുമ്പ് നീ 2 വട്ടം ആലോചിക്കൂ. ഹൈദറുടെ ഒപ്പം നിനക്കൊരു ജീവിതമുണ്ട്, അത് കളയണോ? ഞാൻ നിന്റെ കൂടെ നിന്നാൽ ഞാൻ ചോദിക്കുന്നത് നീ തരുമോ? ഷുവർ. അനുയായികൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്നവനാണ് ഹൈദർ. എങ്കിൽ എനിക്ക് എൻ്റെ ബാപ്പയും ഉമ്മയും തിരിച്ചു താടാ. നിന്റെ ആൾക്കാർ അവരെ എൻ്റെ വീട്ടിൽ കൊന്നിട്ടിട്ടുണ്ട്. എന്ത് തെറ്റാടാ അവർ നിന്നോട് ചെയ്തത്? ഒന്ന് നീ മനസ്സിൽ കോറിയിട്ടോ. എന്നെ ജീവനോടെ നീ പുറത്തു വിട്ടാൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഓരോന്നും എണ്ണി എണ്ണി നിന്റേത് ഞാൻ നഷ്ടപ്പെടുത്തും. സത്യം. ഹൈദർ ഉറക്കെ ചിരിച്ചു. നിന്റെ ഈ ചങ്കൂറ്റം, അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. മരണത്തെ മുന്നിൽ കണ്ടാലും പതറാത്ത ഭാവം, അത് തന്നെയാണ് എനിക്ക് ആവശ്യവും. അയാൾ തിരിഞ്ഞ് നീണ്ട മുടിക്കാരനെ നോക്കി. തൈമൂറിൽ നിന്ന് നമുക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മര്യാദയ്ക്ക് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ പറഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ജോലി കുറയുമല്ലോ. സന്തോഷത്തോടെ നീണ്ട മുടിയുള്ളവൻ അൻസാർ തൈമൂറിന്റെ തൊട്ടടുത്തെത്തി. അൻസാർ തൈമൂറിന്റെ താടിയിൽ പിടിച്ചു പതിയെ മുകളിലേക്ക് ഉയർത്തി. പറയടാ, സുന്ദര റെഡ്ഡിയുടെ ഭീമമായ രത്നശേഖരം എവിടെയാണോ? എനിക്കറിയില്ല. നിനക്കറിയാം. നിനക്കേ അറിയൂ. പറയ്. അല്ലെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നിന്റെ പെങ്ങളെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യും. നിന്റെ സുഹറ ഒരു ഹൂറിയാണ്. അൻസാറിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തൈമൂറിന്റെ കാലുകൾ ഉയർന്നു. അടിവയറ്റിൽ ഒരു ബുൾഡോസർ വന്നിടിച്ചതുപോലെ അയാൾ വല്ലാത്തൊരു നിലവിളിയോടെ പിന്നോട്ട് തെറിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത്. തൈമൂർ കാലുകൊണ്ട് ഇങ്ങനെ ഒരു കളി നടത്തുമെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. നായിന്റെ മോനെ! മുന്നോട്ട് കുതിച്ച ഹൈദർ കസേരയോടൊപ്പം തൈമൂറിനെ ചവിട്ടി മറിച്ചു. എന്റെ മുന്നിൽ വെച്ച് മരണം മുന്നിലുണ്ടെന്നറിഞ്ഞിട്ടും അഹങ്കരിക്കുന്നോടാ? തൈമൂർ പല്ല് ഞെരിച്ചു. കണ്ണുകൾ കൂടുതൽ ചുവന്നു. അവിടെ നിന്നും ചോരയാണ് ഒഴുകിയിറങ്ങുന്നതെന്ന് ഹൈദർക്ക് തോന്നി. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അൻസാറിന് കുറേ നിമിഷങ്ങൾ വേണ്ടി വന്നു. തൻ്റെ അടിവയർ പൊട്ടിപ്പിളരുകയാണെന്ന് അയാൾ അറിഞ്ഞു. ഏതാനും സെക്കൻഡുകൾ ശ്വാസം വിലങ്ങിയ രീതിയിലായിരുന്നു. ഒരു വിധേന എണീറ്റ് നിന്ന് അയാൾ ശ്വാസം കഴിക്കാൻ അല്പനേരം എടുത്തിട്ട് ശരീരം ഒന്ന് കുടഞ്ഞുണർന്നു. പിന്നെ വർദ്ധിച്ച കോപത്തോടെ തൈമൂറിന്റെ നേരെ പാഞ്ഞെത്തി. കസേരയോടൊപ്പം അയാളെ ചവിട്ടി ഞെരിച്ചു. തന്തയില്ലാത്തവനെ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. തൈമൂറിന്റെ പൊട്ടിയ ശിരസിലൂടെ വീണ്ടും ചോര ചീറ്റി. മതിയടാ, മതി. ഹൈദർ അൻസാറിനെ തടഞ്ഞു. അവൻ മരിച്ചു പോയാൽ നമുക്ക് വിവരങ്ങളൊന്നും കിട്ടില്ല. അൻസാർ തൈമൂറിനെ വലിച്ചുയർത്തി നേരെ ഇരുത്തി. ഇനി എന്നിൽ നിന്നും ദയയുടെ ഒരു കണിക പോലും നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മരിക്കണ്ടെങ്കിൽ, നിന്റെ പെങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടണ്ടെങ്കിൽ പറയ്, ഡയമണ്ട്സ് എവിടെയാണ്? എന്റെ ശവത്തിൽ നിന്നുപോലും നിനക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പറയുമടാ, നീ പറയും. മണി മണി പോലെ പറയും. കൊണ്ടുവാടാ, അൻസാർ തന്റെ അനുയായികളോട് പറഞ്ഞു. അവർ പിൻവാങ്ങി. ഹൈദർ ഒരു കസേരയിലിരുന്നിട്ട് കൗതുകത്തോടെ നോക്കി.
അൻസാർ മിടുക്കനാണ്, എങ്ങനെയും രഹസ്യങ്ങൾ ചോർത്തുമെന്ന് അയാൾക്കറിയാം. നിമിഷങ്ങൾക്കുള്ളിൽ സുഹറയെ തൈമൂറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അവളുടെ വായി മൂടിക്കെട്ടിയിരുന്ന തുണി അഴിച്ചു മാറ്റിയിരുന്നു. കാണടാ, പുന്നാര പെങ്ങളെ അവസാനമായി കണ്ണു നിറയെ കാണ്. അൻസാറിന്റെ ശബ്ദം ആ ഗോഡൌണിന്റെ ഓരോ മൂലയിലും തല്ലി അലച്ചു. ഇക്ക! സുഹറയുടെ ഹൃദയം പിളർന്ന നിലവിളി. മോളെ! തൈമൂറിന്റെ ശബ്ദം പതറി. ഇക്ക! അവൾ അയാളുടെ നേരെ ഓടിയെടുക്കാൻ ഭാവിച്ചപ്പോൾ രണ്ടുപേർ കൈകളിൽ ബലമായി പിടിച്ചു നിർത്തി. തൈമൂർ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അൻസാർ അട്ടഹസിച്ചു. തൈമൂർ, നിന്റെ പെങ്ങളെ ജീവനോടെ വേണമെങ്കിൽ പറയും. എവിടെയാണ് ആ ഡയമണ്ട്സ്? തൈമൂറിന്റെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. ഒരു വശത്ത് തന്റെ പെങ്ങൾ സുഹറ, മറുവശത്ത് മരിച്ചു പോയെങ്കിലും തന്റെ റെഡ്ഡി സാബ്. അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ഡയമണ്ട്സ് എവിടെയാണെന്ന് തനിക്കറിയാം. താനത് പറഞ്ഞു കൊടുത്താലും ഇവർ തന്നെയും സുഹറയും വെറുതെ വിടുമെന്നൊന്നും അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആലോചിക്കേ, നല്ലതുപോലെ ആലോചിക്കേ, അൻസാർ പരിഹസിച്ചു. ആലോചിക്കാൻ ഒന്നുമില്ല. എന്നിൽ നിന്നും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിനക്ക് നിന്റെ പെങ്ങളെ വേണ്ട? അയാൾ ചോദിച്ചു. ഞങ്ങൾക്കായി അവളെ പകുത്തു തന്നിരിക്കുകയാണോ നീ? വാക്കുകൾ തൈമൂറിനെ ചുട്ടുപൊള്ളിച്ചു. അള്ള, ഇതെന്തൊരു പരീക്ഷണം! ഈ നിമിഷം അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അയാൾ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. അയാളുടെ മറുപടി സുഹ്റയും ഞെട്ടിച്ചു കളഞ്ഞു. ഇക്ക, എന്നെ തൻ്റെ കാതുകൾ കൊട്ടിയടയ്ക്കാൻ തൈമൂർ തത്രപ്പെട്ടു. വയ്യ, തനിക്കിതൊന്നും വയ്യ. എങ്കിൽ ഞങ്ങൾ കലാപരിപാടി തുടങ്ങാൻ പോവുകയാണ്. കണ്ണ് തുറന്നു വെച്ച് കണ്ടോടാ പട്ടി. പച്ചമുള വെട്ടിച്ചിന്തും പോലെ സുഹറയുടെ നിലവിളി. ഇക്ക, എന്നെ രക്ഷിക്കിക്ക! ലോകത്തൊരു പുരുഷനും ഇത്തരം അനുഭവം ഉണ്ടായി കാണില്ലെന്ന് അയാൾക്ക് തോന്നി. അൻസാറിന്റെ കൈകളിൽ കിടന്ന് പെടയുകയാണ് സുഹറ. അവളുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം അയാൾ കീറി എറിഞ്ഞു കളഞ്ഞു. അവളുടെ മനോഹരമായ മേനി അൻസാറിനെ ഉന്മത്തനാക്കുകയായിരുന്നു. കരേ, തൊള്ള കീറി കരേ. നിന്നെ രക്ഷിക്കാൻ നിന്റെ ഇക്കയുടെ നാവിന് മാത്രമേ കഴിയൂ. വിട്, എന്നെ വിട്! തൈമൂർ പിടഞ്ഞു. തൻ്റെ കുഞ്ഞു പെങ്ങൾ വയ്യ. പൊടുന്നനെ ഇരുളിൽ ഒരു ലൈറ്റ് തെളിഞ്ഞതുപോലെ തൈമൂറിന്റെ തലച്ചോറിൽ വെളിച്ചം പരന്നു. അവളെ വിട്, ഞാൻ പറയാം, പെട്ടെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാടാ. അൻസാർ സുഹറയെ വിട്ടു. കൈകൾ പിണച്ച് മാറിടം മറച്ചുകൊണ്ട് പേടിച്ചരണ്ട മാൻപേടെ പോലെ അവൾ നിന്നു. നിനക്കെപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, കൊള്ളാം. തൈമൂർ അൻസാറിന്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പെങ്ങളെ ദ്രോഹിക്കില്ലെന്ന് എങ്ങനെ ഉറപ്പാക്കും? അൻസാറിന്റെ കണ്ണുകൾ കുറുകി. അയാൾ ഹൈദറുടെ നേർക്ക് ചോദ്യമെറിഞ്ഞു. ഹൈദറാണ് മറുപടി പറഞ്ഞത്. നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം. പറയ്. ഇപ്പോൾ നീ പറയാൻ പോകുന്നത് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനുള്ള തന്ത്രങ്ങളാണ്, നിന്റെയും നിന്റെ പെങ്ങളുടെയും. അത്രമാത്രമല്ല, ഡയമണ്ട്സിന്റെ നല്ലൊരു വീതം കൂടി നിനക്ക് ഞാൻ തരും, ആയുഷ്കാലം മുഴുവനും സുഖിക്കാനുള്ളത്. ഡയമണ്ട്സ് എവിടെയാണെന്ന് തൈമൂർ പറയാൻ പോകുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ വലിയ സന്തോഷത്തിലായിരുന്നു ഹൈദർ. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ താൻ തന്നെ ഇവിടുത്തെ ചക്രവർത്തി. ഈ കേരള സംസ്ഥാനം വിലയ്ക്ക് വാങ്ങാനുള്ളത്ര പണം അതിൽ നിന്ന് കിട്ടും. രംഗനാഥനും സുകുമാരൻ നായർക്കും എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു ഒതുക്കാം. പറയ് തൈമൂർ, പറയ്! ഹൈദർ ആഹ്ലാദ ചിത്തനായി അറിയിച്ചു. നിങ്ങൾ വാക്കുമാറില്ലല്ലോ? ഇല്ല. തൈമൂർ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. പിന്നെ പറഞ്ഞു. തിരുവല്ലത്തുള്ള സുന്ദര റെഡ്ഡിയുടെ ബംഗ്ലാവിന്റെ പിൻഭാഗത്തൊരു വിറകുപുരയുണ്ട്. അതിന്റെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന തറയുടെ അടിയിൽ ഉരുക്കു പെട്ടികളിലാക്കി കുഴിച്ചിട്ടിരിക്കുകയാണ്. അവയെടുക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ടോ? എനിക്കോ? ഹൈദർ അട്ടഹസിച്ചു. കേട്ടോടാ അൻസാറേ ഇവൻ പറയുന്നത്. ഇനി ഇവനെ ഇവിടെ വെച്ച് നീ തുടങ്ങിയ ജോലി പൂർത്തിയാക്കടാ. ഹൈദർ! തൈമൂർ അലറി വിളിച്ചു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അല്ലാതെ പിന്നെ, നിന്നെ സ്നേഹിക്കുകയാണെന്ന് കരുതിയോ? എടാ, സുന്ദര റെഡ്ഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തം പോലും ജീവിച്ചിരിക്കുന്നത് ഞാൻ സഹിക്കില്ല, അൻസാർ. യെസ്. അയാൾ വെട്ടിത്തിരിഞ്ഞു. കണ്ണുകൾ സുഹറയിൽ പാളി വീണു. ഇക്ക! വിളി പൂർത്തിയാക്കും മുമ്പ് അൻസാറിന്റെ കൈകൾ അവളിൽ മുറുകി കഴിഞ്ഞിരുന്നു. അൻസാർ, അവളെ വിടാനാ പറഞ്ഞത്. തൈമൂർ കസേരയുമായി ചാടി എണീറ്റു. ആ ക്ഷണം ഹൈദറുടെ ആൾക്കാർ അയാളെ അടിച്ചു വീഴ്ത്തി. തറയിലിട്ട് പട്ടിയെ പോലെ തല്ലി ചതച്ചു. തൈമൂർ മൃതപ്രായനായി കിടക്കുമ്പോൾ അയാളുടെ പുന്നാര പെങ്ങൾ സുഹറയെ അൻസാർ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അവളുടെ ഹൃദയം പിളർക്കുന്ന നിലവിളി നേർത്തു വന്നു. ഒരാളുടെ ഊഴം കഴിഞ്ഞപ്പോൾ അടുത്താൾ. ഹൈദർ സിഗരറ്റിന്റെ പുക വിഴുങ്ങി ആസ്വദിച്ചു. സമയമിഴഞ്ഞു. ഇവൾ മരിച്ചെന്നാണ് തോന്നുന്നത്, ഒരാൾ പറഞ്ഞു. അതിന് നിനക്കെന്താ? അൻസാർ തൈമൂറിന് നേരെ നീങ്ങി. ഇവനെയും തട്ടിയേക്കട്ടെ സാർ. നോ, ഹൈദർ പറഞ്ഞു. ഇവൻ പറഞ്ഞത് സത്യമാണോ എന്നറിയണ്ടേ? അല്ലെങ്കിൽ ചതച്ച് പിഴിഞ്ഞിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരണം.
അകന്നു പോകുന്ന കാലച്ചകൾ അവ്യക്തമായി തൈമൂർ കേട്ടു. അയാളുടെ അരികിൽ ചാക്ക് കെട്ടുപോലെ എന്തോ വന്നു വീണു. ആയാസപ്പെട്ട് തല തിരിച്ചു നോക്കി. ഒരു നിമിഷം അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു ചോരക്കട്ടയായി സുഹ്റ. ഇനി എത്രയും വേഗം അവർ മടങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് തൈമൂർ ആത്മാർത്ഥമായി മോഹിച്ചു. തന്നെ കൂടി ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ. വർദ്ധിച്ച പകയോടെ അവർ മടങ്ങി വരും. കാരണം താൻ പറഞ്ഞെടുത്ത് ഡയമണ്ട്സ് ഇല്ലെന്ന് കാണുമ്പോൾ അവർക്ക് തന്നെ കാണാൻ തിരിച്ചു വരാതിരിക്കാനാവില്ലല്ലോ. പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത്തരം കള്ളം പറയാൻ തയ്യാറായത്. അവർ സമയം കിട്ടുന്നതിനിടയ്ക്ക് അർജുൻ കേരളത്തിലെത്തിയാലോ? ഇനിയിപ്പോൾ പ്രതീക്ഷകളൊന്നുമില്ല മരണമല്ലാതെ. അയാൾ ഹൈദറും മറ്റും തിരിച്ചു വരുന്നതും കാത്തു കിടന്നു. രാധ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. അവിടെ കത്തിക്കാളുന്ന വെയിൽ തന്നെ പുറത്തേക്കിറക്കാൻ അനുവദിക്കാതെ വാതിൽ ബന്ധിച്ചിട്ട് പോയിരിക്കുകയാണ് അരുൺ. ഇന്നു മുതൽ അയാൾ DIG ആണല്ലോ. തൻ്റെ അച്ഛനെ കൊന്നതിന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹൈദറും ചേർന്ന് എറിഞ്ഞുകൊടുത്ത അപ്പക്കഷ്ണം പ്രമോഷൻ. അയാൾ പിന്നീട് അവർക്ക് പിന്നാലെ ഒരു പട്ടിയെപ്പോലെ വാലാട്ടി നടന്നുകൊള്ളുമല്ലോ. അല്ലെങ്കിലും ഇപ്പോഴും അയാൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ലല്ലോ. ഫോൺ ശബ്ദിച്ചു. അവൾ തല തിരിച്ചു. വളരെ സാവധാനം ചെന്ന് റിസീവർ എടുത്തു. അപ്പുറത്ത് അരുണായിരുന്നു. എനിക്ക് പ്രമോഷൻ, DIG ആയി. ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞു. അയാളുടെ സന്തോഷത്തോടെയുള്ള സംസാരം. എൻ്റെ ഫീസ് കിട്ടിയില്ല, അവൾ പറഞ്ഞു. ഫീസോ? ആ, ഇന്നലെ എൻ്റെ ശരീരം ഉപയോഗിച്ചതിനുള്ള പ്രതിഫലം കൂടിയല്ലേ ഈ പ്രമോഷൻ. രാധേ, അരുണിൻ്റെ സ്വരം കടുത്തു. നീ അങ്ങനെ കൂടുതൽ ശീലാവധിയൊന്നും ചമയണ്ട. എന്ത് വേണമെന്ന് ഞാൻ പറയും, നീ അതനുസരിച്ചാൽ മതി. റിസീവർ എറിഞ്ഞുടയ്ക്കണമെന്ന് തോന്നി രാധയ്ക്ക്. അപ്പോൾ അരുണിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. നീ കുളിച്ച് റെഡിയായിരിക്കണം. DIG ആയി പ്രമോഷൻ തന്നതിനൊപ്പം ആഭ്യന്തരമന്ത്രിയുടെ വകയായി ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ സംബന്ധിക്കണം. 5 മണിക്ക് ഞാൻ അങ്ങ് എത്തും. ഇന്ന് എത്ര പേർക്കാണ് ഞാൻ ഉടുതുണി ഉരിഞ്ഞു കൊടുക്കേണ്ടി വരിക? ഷട്ടപ്പ് ബ്ലഡി ഡോട്ടർ ഓഫ് ബീച്ച്. ആമർഷത്തോടെ അരുൺ റിസീവർ വെച്ചു. ഈ ഡിന്നർ തൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയാണെന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ മുകളിൽ വേഗത കുറഞ്ഞ് കറങ്ങുന്ന ഫാനിലുടക്കി. 5 മണിയായപ്പോൾ അരുണിൻ്റെ കാർ പോർച്ചിൽ വന്നു നിന്നു. സന്തോഷത്തിൻ്റെതായ ഒരു ചൂളം വിളിയോടെയാണ് അയാൾ അകത്തേക്ക് കടന്നത്. രാധയുടെ മുറിക്ക് മുന്നിൽ നിന്നും കീശയിൽ നിന്നും താക്കോലെടുത്ത് പൂട്ട് തുറന്നു. അകത്തേക്ക് തള്ളിയിട്ട് വാതിൽ തുറന്നില്ല. രാധ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. വാതിൽ തുറക്കടി, അയാൾ പറഞ്ഞു. അകത്ത് രാധയുടെ ശബ്ദം കേട്ടില്ല. എടി, നിന്നോടാ പറഞ്ഞത് തുറക്കാൻ. അപ്പോഴും അകത്ത് നിശബ്ദത. ഞാൻ വാതിൽ ചവിട്ടി തുറക്കുമേ. ഒരു നിമിഷം കൂടി കാത്തു നിന്നിട്ട് അരുൺ പിന്നോട്ട് മാറി. പിന്നെ ശക്തിയിൽ മുന്നോട്ട് വന്ന് തോൾ കൊണ്ട് വാതിലിടിച്ചു. 2-3 തവണ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ കൊളുത്തുകൾ പറഞ്ഞുപോയി. അകത്ത് വാതിൽ തള്ളി തുറന്ന അരുൺ ഒരു നിമിഷം നിശ്ചലനായി നിന്നു. തൂങ്ങിക്കിടന്നാടുന്ന 2 കാലുകളാണ് അയാൾ ആദ്യം കണ്ടത്. ഏതാനും സെക്കൻഡുകൾ തറഞ്ഞതുപോലെ നിന്നുപോയി DIG അരുൺ. തൂങ്ങിക്കിടക്കുന്ന കാലുകളിലൂടെ അയാളുടെ കണ്ണുകൾ മുകളിലേക്ക് എഴഞ്ഞു ചെന്നു. കണ്ണുകൾ തുറച്ച് നാവ് പുറത്തേക്ക് നീട്ടി രാധ. സാരിയിൽ കുരുക്കിട്ട ഫാനിലായിരുന്നു അവൾ തൂങ്ങി മരിച്ചിരുന്നത്. എന്തു വേണമെന്ന് പെട്ടെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. ഒരിക്കലും ചിന്തിക്കാത്തൊരു രംഗമാണല്ലോ മുന്നിൽ. ഇവൾ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സുന്ദര റെഡ്ഡിയുടെ മകളെ ഈ പട്ടണത്തിലെ ഏറ്റവും വിലയേറിയ വേശ്യയാക്കുമെന്ന് മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് എന്തേ താൻ ചിന്തിക്കാതെ പോയി? മുൻകരുതൽ എടുക്കേണ്ടതായിരുന്നു. വാതിൽ ചാരിയിട്ട് അയാൾ പിന്തിരിഞ്ഞ് റിസീവർ എടുത്തു. നമ്പറുകൾ കറക്കി. ഹലോ, പോലീസ് സ്റ്റേഷൻ. അടുത്ത് വരുന്ന കനത്ത കാലടി ശബ്ദങ്ങൾ ആ ഗോഡൌണിന് വിറകൊള്ളിക്കുന്നതായി തൈമൂറിന് തോന്നി. തൈമൂർ പതിയെ തല തിരിച്ചു. ഹൈദറുടെ വരവാണ്. താൻ പറഞ്ഞത് മുഴുവൻ കളവാണെന്നറിഞ്ഞുകൊണ്ടുള്ള വരവ്. തൈമൂറിൻ്റെ കണ്ണുകളിൽ നിന്നും അവസാനത്തെ തുള്ളി കണ്ണീരും ഇറ്റു വീണിരുന്നു. അയാൾക്കരികിൽ സുഹറയുടെ മരവിച്ച ശരീരം കാവൽ കിടന്നു. എടാ, ഹൈദറുടെ ഗർജനം. ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതി അല്ലേ? തൈമൂർ അനങ്ങിയില്ല. ഇനി ശിക്ഷകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകാം. പക്ഷേ ഹൈദർ, നിനക്കൊരിക്കലും എന്നിൽ നിന്ന് ആ ഡയമണ്ട്സിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും കിട്ടാൻ പോകുന്നില്ല. അൻസാറിൻ്റെ കൈകളിൽ ഒരു നീണ്ട കത്തി തിളങ്ങി. തൈമൂറിനെ സമ്മതിക്കുന്ന കസേര നേരെയാക്കിയിട്ട് അയാൾ ആ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു. തൈമൂർ, നിനക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അയാളുടെ മൗനം മുറിഞ്ഞില്ല. അൻസർ, അവൻ ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ പുറത്ത് ചാടിച്ചിട്ടാണെങ്കിലും എനിക്കറിയണം
ആ ഡയമണ്ട്സ് എവിടെയുണ്ടെന്നും ഹൈദറുടെ വാക്കുകൾ. സർ, അൻസാർ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ ഇവൻ പറഞ്ഞു തരും. അയാൾ തിരിഞ്ഞ് തൈമൂറിനോട് പറഞ്ഞു. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങേ ലോകത്തേക്ക് സന്തോഷത്തോടുകൂടി പോകാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. നിനക്ക് നഷ്ടങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ അവയവങ്ങൾ ഓരോന്നായി അറുത്തെടുക്കും. മരണം ഉടനെ ഒന്നും നിന്നെ തേടിയെത്തില്ല. തൈമൂർ പതറിയില്ല. അടുത്ത ക്ഷണം അൻസാറിന്റെ കത്തി ഉയർന്നു. തൈമൂറിന്റെ മാറിടം മുറിച്ചുകൊണ്ട് അത് പാഞ്ഞുപോയി. ചോര ചീറ്റി. തൈമൂർ പിടഞ്ഞു. കൊണ്ടുവാടാ. അൻസാർ കൈ നീട്ടി. ഒരുവൻ പ്ലാസ്റ്റിക് കവർ നിറയെ മുളകുപൊടി നീട്ടി. അൻസാർ അത് വാങ്ങി തൈമൂറിന്റെ മുറിവിലേക്കിട്ടു. അയാൾ നീറിപ്പിടഞ്ഞു. എന്നിട്ടും നിലവിളിക്കാൻ പോലും നാവിൽ ചലിച്ചില്ല. മിടുക്കൻ. അൻസാർ കൈയടിച്ചു. സുന്ദര റെഡ്ഡിയുടെ കമാൻഡർ ഞാൻ വിചാരിച്ചതിലും മിടുക്കൻ തന്നെ. തൈമൂറിന്റെ കണ്ണുകളിൽ നിന്ന് ചോരയാണ് പുറത്തേക്ക് ഒഴുകുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നി. അൻസാർ അട്ടഹസിച്ചു. നീ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങൾ നിന്റെ രക്ഷയ്ക്ക് എത്തുന്നെങ്കിൽ കാണട്ടെ. കത്തി ഒരിക്കൽ കൂടി ഉയർന്നു താണു. തൈമൂറിന്റെ വലത് കാലിലെ ഒരു വിരൽ അറ്റുവീണു. ആ! അയാളുടെ അലർച്ച ഗോഡൌണിൽ മുഴങ്ങി. അപ്പോൾ നിന്റെ നാവ് ചലിക്കും അല്ലേടാ? അൻസാർ വിജയഭാവത്തിൽ ചിരിച്ചു. ഇനി പറഞ്ഞതാ, ആ ഡയമണ്ട്സ് എവിടെ? ഹൈദർ കാറി തുപ്പി തൈമൂറിന്റെ മുഖത്തേക്കു. നേരം സന്ധ്യ. തിരുവല്ലത്ത് സുന്ദരം റെഡ്ഡിയുടെ ബംഗ്ലാവിൽ ഒരു ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല. ആ കനത്ത മതിൽക്കെട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യജീവി ഉണ്ടായിരുന്നുള്ളൂ, ലളിതാംബിക. കിടക്കയിൽ തൻ്റെ നഷ്ടങ്ങൾ ഓർത്ത് തികച്ചും തളർച്ച ബാധിച്ച മട്ടിൽ കിടക്കുകയായിരുന്നു അവർ. പാമ്പിൻ കുഞ്ഞിനായിരുന്നു പാല് കൊടുക്കുന്നതെന്ന് തൻ്റെ ഭർത്താവ് അറിയാൻ വൈകി. അവിടെയാണ് തെറ്റുപറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ തൊടാൻ പോലും ഒരുത്തനും കഴിയുമായിരുന്നില്ല. എന്നാലും എത്ര വേഗമാണ് അരുണിന്റെ ഭാവം മാറിയത്. തൻ്റെയും അദ്ദേഹത്തിൻ്റെയും മുന്നിൽ ഒരു പാവത്താനെ പോലെ നിന്നിരുന്ന ആ പയ്യൻ ഇന്ന് തന്നെ അടിച്ചു. തറയിലിട്ട് ചവിട്ടി അരച്ചു. ഇന്നിനി ഒന്നുകൂടി വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. തന്നെ കൊല്ലാനായിരിക്കും ആ വരവ്. എന്നാലും രത്നങ്ങളെക്കുറിച്ച് തന്നിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. തനിക്ക് അറിയാമെങ്കിലല്ലേ പറയാൻ കഴിയൂ. പകൽ സമയത്ത് ഒരു കൂട്ടർ വിറകുപുര തകർത്തു. അവിടം അത്രയും കിളച്ചു മറിച്ചു. രത്നങ്ങൾ തേടിയായിരിക്കും. ഇരുളിൽ തുറച്ചു നോക്കി ലളിതാംബിക കിടന്നു. ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ആ ഒറ്റ വിചാരം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഫോൺ ശബ്ദിക്കുന്നു. റിസീവർ എടുക്കാൻ അവർ എണീറ്റില്ല. എന്തിനറിയണം ആരാണെന്ന്? അദ്ദേഹം പോയല്ലോ. അല്ലെങ്കിലും തനിക്ക് ഫോണിൽ സംസാരിച്ച് പരിചയവുമില്ല. ഇന്ന് രാവിലെ മുതലേ ഫോണുകൾ ശബ്ദിക്കുകയാണ്. ആരൊക്കെ വിളിക്കുന്നു? അവർക്ക് എന്താണ് അറിയേണ്ടത്? അദ്ദേഹം മരിച്ചത് സത്യമാണെന്നോ? എങ്കിൽ അതെ, മരിച്ചുപോയി. അല്ല, കൊന്നു. ശവശരീരം ഒരു പട്ടിയുടേതുപോലെ എവിടെയോ കിടപ്പുണ്ട്. തുടരെ തുടരെ കോളിംഗ് ബെൽ ശബ്ദിക്കാൻ തുടങ്ങി. ലളിതാംബിക കാതോർത്തു. ആരായിരിക്കും? ഏതായാലും എണീക്കുകയോ വാതിൽ തുറക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പോൾ കേട്ട ഒരു വെടിശബ്ദം. അവർ ഞെട്ടി. വാതിലിന്റെ പൂട്ട് വെടിവെച്ച് തകർത്തിട്ട് DIG അരുൺ അകത്തേക്ക് കയറി. ഓരോ മുറിയിലും അയാൾ ലൈറ്റ് തെളിച്ച് പരിശോധിക്കാൻ തുടങ്ങി. അവസാനം കണ്ടെത്തി ലളിതാംബികയെ. കണ്ണിലേക്ക് വെളിച്ചത്തിന്റെ കണികകൾ സൂചി മുനകൾ കണക്കെ കുത്തിയിറക്കാൻ തുടങ്ങിയപ്പോൾ ലളിതാംബിക തിരിഞ്ഞു നോക്കി. അവരുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ മോനെ. അരുൺ അവരെ മിഴിച്ചു നോക്കി. എന്തിന്? എന്നെ കൊല്ലാൻ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അരുണിന്റെ മുഖം ഒരു നിമിഷം വിളറിയോ. പക്ഷേ പെട്ടെന്ന് തന്നെ ഭാവം മാറ്റി അയാൾ പറഞ്ഞു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. രാധ ആത്മഹത്യ ചെയ്തു. ലളിതാംബിക ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. നീ നീ അയാൾ തലകുലുക്കി. സത്യമാണ്. സാരിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി. ലളിതാംബിക കാതുകൾ പൊത്തി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവൾ ആത്മഹത്യ ചെയ്യില്ല. നീ കൊന്നതാണ് അവളെ, എനിക്കറിയാം. അരുൺ ചിരിച്ചു. എനിക്കത് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ എന്നെ ബുദ്ധിമുട്ടിക്കാതെ അവൾ പോയി. മിടുക്കി. അയാൾ വെട്ടിത്തിരിഞ്ഞു. മകളുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾക്കും യാത്രയാകണ്ടെങ്കിൽ വേഗം എനിക്ക് പറഞ്ഞു തരണം ആ രത്നങ്ങൾ എവിടെയാണെന്ന്. ഇല്ലടാ, ഇല്ല. എന്നിൽ നിന്ന് നിനക്കത് കിട്ടില്ല. കൊല്ല്, എന്നെ കൂടി കൊല്ല്. എന്നെ മാത്രം എന്തിനു ബാക്കി വെച്ചിരിക്കുന്നു? എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നാളെ ജനങ്ങൾ കൊറ്റുകൊടുക്കും. അരുൺ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. അതിനുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. അവിടെ 2 ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. കുക്കിംഗ് ഗ്യാസ് കൊലപാതകത്തിന് പറ്റിയ മരുന്നാണെന്ന് അയാൾ ഓർത്തു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അത് നക്കി തുടച്ചുകൊള്ളു. അയാൾ ജനാലകൾ ഭദ്രമായി അടച്ചു.
പിന്നെ 2 ഗ്യാസ് സിലിണ്ടറുകളും തുറന്നു വിട്ടു. മുറിയിൽ ഗ്യാസ് നിറയാൻ തുടങ്ങി. അരുൺ വേഗം പിൻവാങ്ങി. വീണ്ടും ലളിതാംബികയുടെ മുന്നിലെത്തി. നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. സന്തോഷം. അവൻ അവരെ അടുക്കളയിലേക്ക് വലിച്ചഴിച്ചു. വാതിക്കലെത്തിയപ്പോൾ കഴുത്തിന് പിടിച്ച് അകത്തേക്ക് തള്ളി. ലളിതാംബിക തറയിൽ മൂക്കുകുത്തി വീണു. അരുൺ വാതിലടച്ച് തഴുതിട്ടു. ഗ്യാസിന്റെ ഗന്ധം മുറിക്കുള്ളിൽ കടുത്തു. ലളിതാംബിക ഇരുളിൽ എണീറ്റു. അരുൺ കാത്തുനിന്നു. പിന്നെ സാവകാശം കീശയിൽ നിന്ന് ലൈറ്റർ എടുത്ത് താക്കോൽ പഴുതിനു നേരെ പിടിച്ചു തെളിച്ചു. ഫും! ഒരാളിക്കത്തൽ. താക്കോൽ പഴുതിലൂടെ തീ അകത്തേക്ക് പാഞ്ഞു കയറി. അകത്ത് ലളിതാംബികയുടെ നിലവിളി കേട്ടു. മുറി മുഴുവൻ കത്തി എരിയുകയായിരുന്നു. അരുൺ ചടുതിയിൽ പിൻവാങ്ങി. തൻ്റെ കാറിൽ കയറി. അത് വെടിയുണ്ടയുടെ വേഗതയിൽ പാഞ്ഞുപോയി. ഹൈദറുടെ ഗോഡൌണിൽ ഒരു ചങ്ങലയിൽ തൂങ്ങി തല കീഴായി കിടക്കുകയായിരുന്നു തൈമൂർ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അയാൾക്ക് നേരിയ ശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അൻസാർ തനിക്കറിയാവുന്ന മർദ്ദനമുറകൾ മുഴുവൻ പുറത്തെടുത്തു കഴിഞ്ഞു. എന്നിട്ടും തൈമൂറിന്റെ നാവിൽ നിന്നും രഹസ്യങ്ങൾ അടർന്നില്ല. ഹൈദർ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഇനി ഇവനെ തല്ലിയാൽ ശരിയാവില്ല. ജീവൻ ബാക്കി വേണം. ഡയമണ്ട്സ് എവിടെയാണെന്ന് പറയുന്നത് വരെ അൻസാർ പിറുപിറുത്തു. പക്ഷേ തൈമൂർ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലായിരുന്നു അയാൾ. ശരീരത്തിൽ നിന്നും വാർന്നൊലിച്ച രക്തം തറയിൽ കട്ട പിടിച്ചു കിടക്കുന്നു. അൻസാറിന്റെ നിർദ്ദേശാനുസരണം ഒരുവൻ ചങ്ങല താഴ്ത്തി. ചോരയിൽ അയാൾ ചലനമറ്റു കിടന്നു. ഒരു ശവശരീരം പോലെ. മുറിയിൽ ചീഫ് മിനിസ്റ്റർ രംഗനാഥും ഹോം മിനിസ്റ്റർ സുകുമാരൻ നായരും ഹൈദറും DIG അരുണും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തൈമൂറിനെ കൊണ്ട് ആ ഡയമണ്ട്സ് എവിടെയാണെന്ന് പറയിക്കണം. സുകുമാരൻ നായർക്ക് ആർത്തിയായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി ആ ശവശരീരം എന്തു വേണമെന്നാണ് ആലോചിക്കേണ്ടത്. മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഇട്ട് കൊടുക്കണം നമുക്കത്. അരുണാണ് പറഞ്ഞത്. കുട്ടികൾ അയാളുടെ ശരീരം അറുത്ത് കീറി പഠിക്കട്ടെ. രംഗനാഥ് എന്തോ പറയാൻ ഭാവിക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. സുകുമാരൻ നായർ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ അർജുൻ. അപ്പുറത്തു നിന്നും ഇടിമുഴക്കം പോലുള്ളൊരു ശബ്ദം കേട്ടു. സുകുമാരൻ നായരുടെ കയ്യിൽ നിന്നും റിസീവർ വഴുതി. ആ ഭാവമാറ്റം കണ്ട് മറ്റുള്ളവർ ഞെട്ടിപ്പോയി. ആരാ? രംഗനാഥിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞില്ല. അയാളുടെ തൊണ്ടയിൽ വാക്കുകൾ ചത്തുകിടക്കുകയായിരുന്നു. രംഗനാഥ് റിസീവർ എടുത്തു. ഹലോ. അപ്പുറത്തു നിന്നും വീണ്ടും ശബ്ദം ഒഴുകിയെത്തി. കാക്കിയും ഖദറും അണിഞ്ഞ ബാസ്റ്റേഡുകൾ കണ്ണും കാതും തുറന്ന് കാത്തിരുന്നു. ഞാൻ നാളെ എത്തും. ആദ്യം എൻ്റെ ഡാഡിയുടെ ശവസംസ്കാരം, അതിനുശേഷം സംഹാരം. ഒരുത്തനും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എല്ലാ അവന്മാരുടെയും സിംഹാസനങ്ങൾ ഇളകാറായി. സുന്ദര റെഡ്ഡിയുടെ മരണം കൊണ്ട് എല്ലാം കഴിഞ്ഞുവെന്ന് നിങ്ങൾ കരുതി. ഇല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നാളെ ഇനി തലസ്ഥാനം കേൾക്കാൻ പോകുന്നത് ഒരു പുതിയ ശബ്ദമാണ്. അർജുൻ, നിങ്ങളുടെ പുതിയ രക്ഷകനുണ്ടല്ലോ ഹൈദർ, അവനോടും പറഞ്ഞേര് അർജുൻ വരുന്നെന്ന്. ശബ്ദം നിലച്ചു. ചീഫ് മിനിസ്റ്റർക്ക് ശ്വാസം വിലങ്ങി. കമാൻഡർ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്